നമസ്കാരം. മീനത്തിലെ രാജയോഗത്തിന് ഇന്ന് തുടക്കം. 7 നാളിന് ഭാഗ്യം, പണം, പ്രശസ്തി. വരുന്ന 30 നാളിൽ. മീനമാസത്തിൽ 27 നാളുകാർക്കും ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണുന്നു. മാർച്ച് 15-നാണ് മീനം 1-ന് തുടക്കം കുറിക്കുന്നത്. ഇത് ഏപ്രിൽ 13-നാണ് അവസാനിക്കുന്നത്. ഗുണാനുഭവങ്ങൾ പല വിധത്തിലാണ് ചില നക്ഷത്രക്കാരെ ഈ മാസത്തിൽ ബാധിക്കുന്നത്. മാത്രമല്ല, മീനത്തിൽ നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന മാസം കൂടിയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വ്യാഴം ഇടവം രാശിയിൽ നിന്ന് ഈ മാസത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. കൂടാതെ ശനിയുടെ രാശിമാറ്റവും മീനത്തിൽ മാർച്ച് 29-നാണ് സംഭവിക്കുന്നത്. പ്രധാനപ്പെട്ട ജ്യോതിഷ മാറ്റമാണ് ശനിയുടേത്. അതുകൊണ്ട് തന്നെ ഗുണപരമായ പല മാറ്റങ്ങളും ദോഷകരമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. മാത്രമല്ല, കേതുവിന്റെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും സംയോജനം ഈ മാസത്തിൽ നടക്കുന്നു. എന്നാൽ മീനമാസത്തിൽ രാജയോഗം ഫലം നൽകുന്ന ചില നക്ഷത്രക്കാർ ഉണ്ട്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായ മാറ്റങ്ങളാണ് ഈ മാസത്തിൽ സംഭവിക്കുന്നത്. അതുമാത്രമല്ല, ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. പുനഃപരീക്ഷയിൽ നിങ്ങളെ തേടി വിജയം കരസ്ഥമാക്കുന്നു. വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു. സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ മാസത്തിൽ സംഭവിക്കുന്നു. ഇവർക്ക് രാജയോഗം തുടങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിൽ എത്തുന്നു. സ്ഥാനമാനങ്ങൾ തേടിയെത്തും. കരിയറിൽ വിജയവും സന്തോഷവും തേടിയെത്തും. മാത്രമല്ല, സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും സന്തോഷവും തേടിയെത്തുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു. മകയിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എല്ലാ കടങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാകുന്നു. മാത്രമല്ല, ദീർഘകാലമായി ജോലി അന്വേഷിക്കുന്നവർക്ക് മീനമാസത്തിൽ മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നു. ഉപദേശങ്ങൾ ഫലിക്കുന്നതിന്റെ ഫലമായി ജീവിതം രക്ഷപ്പെടുന്നു. രാജകീയ ജീവിതം തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത്. മീനമാസത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. തിരുവാതിര നക്ഷത്രക്കാരുടെ സാമ്പത്തിക നേട്ടം വളരെയധികം മികച്ചതാണ്. എല്ലാവിധത്തിലുമുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്ന സമയം കൂടിയാണ് ഇത്. പലപ്പോഴും കടം കൊടുത്ത പണം പോലും തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പൊതുജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആരോഗ്യകരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാസം കൂടിയാണ് മീനമാസം. സാമ്പത്തികമായി മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കുന്നതിന് സാധിക്കുന്നു. ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും ഉണ്ടാകുന്നു. ചോതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിദേശയോഗം കാണുന്നുണ്ട്. ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു. ധനം കടം കൊടുത്തതെല്ലാം തന്നെ തിരിച്ചു കിട്ടുന്നതിന് യോഗം കാണുന്നു. നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിജയത്തിൽ എത്തുന്നു. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഉള്ള സമയമാണ് ഇത്. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും മികച്ചതാകുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നു. കുടുംബത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും നിലനിർത്തുന്നു. സ്വത്തുക്കൾ കരസ്ഥമാക്കുന്നതിനും അതുവഴി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സാധിക്കുന്നു. ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പൈതൃക സ്വത്തുക്കൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഇവരാണ് മീനമാസത്തിലെ ഭാഗ്യ നക്ഷത്രക്കാർ.